തെക്കേ അമേരിക്കയിലെയും മധ്യ അമേരിക്കയിലെയും മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഉഗ്രവിഷമുള്ള തവളകളാണ് പോയിസൺ ഡാർട്ട് ഫ്രോഗുകൾ. കൊളംബിയ, കോസ്റ്റാറിക്ക, പനാമ, ബ്രസീൽ, പെറു തുടങ്ങിയ രാജ്യങ്ങളിലാണ് പ്രധാനമായും ഈ തവളകളെ കണ്ടുവരുന്നത്. ജലാശയങ്ങൾക്ക് ചുറ്റുമുള്ള മരങ്ങളിലാണ് ഇവ വസിക്കുന്നത്. ഡെൻഡ്രോബാറ്റിഡെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ തവളകൾക്കിടയിൽ 170-ലേറെ സ്പീഷീസുകളുണ്ട്. എന്നാൽ ഈ കൂട്ടത്തിലെ എല്ലാ തവളകൾക്കും വിഷമില്ല. ചില സ്പീഷീസുകൾക്ക് മാത്രമാണ് വിഷമുള്ളത്. മാരകമായ വിഷമുണ്ടെങ്കിലും ഈ തവളകൾക്ക് വലിപ്പം തീരെ കുറവാണ്. മഞ്ഞ, ചുവപ്പ്, നീല, ഓറഞ്ച് തുടങ്ങിയ കടും നിറങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. കടുത്ത നിറം അവയുടെ വിഷത്തിന്റെ തീവ്രതയെയാണ് സൂചിപ്പിക്കുന്നത്. പോയിസൺ ഡാർട്ട് തവളകളിൽ ഏറ്റവും വലുത് ഗോൾഡൻ പോയിസൺ ഡാർട്ട് ഫ്രോഗാണ്. ഏതാണ്ട് 2.5 ഇഞ്ച് വലിപ്പത്തിലും 30 ഗ്രാം വരെ ഭാരത്തിലും ഈ തവളകൾ വളരും. ഏറ്റവും മാരകമായ വിഷമുള്ളതും ഈ തവളയ്ക്ക് തന്നെയാണ്. LD50 അഥവാ മീഡിയൻ ലെതൽ ഡോസ് എന്നറിയപ്പെടുന്ന ടോക്സിക്കോളജി ടെസ്റ്റ് ഉപയോഗിച്ചാണ് വിഷം എത്രത്തോളം മാരകമാണെന്ന് കണ്ടെത്തുന്നത്. ഈ ടെസ്റ്റ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മാരക വിഷമുള്ള പാമ്പായ ഇൻലാൻഡ് തായ്പന്റെ വിഷത്തേക്കാൾ വീര്യം കൂടിയതാണ് ഈ തവളയുടെ വിഷം. ബാട്രാച്ചോടോക്സിൻ എന്നറിയപ്പെടുന്ന ഈ വിഷം നാഡീവ്യവസ്ഥയെയാണ് ബാധിക്കുക. ഇത് പക്ഷാഘാതത്തിനും ഹൃദയാഘാതത്തിനും കാരണമാകും. 10 മിനിറ്റിനുള്ളിൽ തന്നെ മരണം സംഭവിക്കും. വിഷത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന മറുമരുന്നുകളൊന്നും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. 10 മനുഷ്യരെയോ അല്ലെങ്കിൽ 20,000-ഓളം എലികളെയോ കൊല്ലുവാൻ ആവശ്യമായുള്ള വിഷം ഇവയുടെ ശരീരത്തിലുണ്ടായിരിക്കും. ഉറുമ്പുകളും ചിലന്തികളും ചിതലുകളുമൊക്കെയാണ് ഇവരുടെ ഭക്ഷണം. ഇവർ കഴിക്കുന്ന പ്രാണികളിൽ നിന്ന് തന്നെയാണ് വിഷം ശരീരത്തിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്ന വിഷ ആൽക്കലോയിഡുകൾ ഗ്രാനുലാർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ചർമ്മഗ്രന്ഥികളിൽ സൂക്ഷിച്ചു വെച്ച് പിന്നീട് ത്വക്കിലൂടെ പുറന്തള്ളുന്നു. മുറിവേറ്റ കൈകൊണ്ട് നമ്മൾ ഈ തവളയെ തൊട്ടാൽ തവളയുടെ ത്വക്കിൽ നിന്നുള്ള ഈ വിഷം മുറിവിലൂടെ നമ്മുടെ രക്തത്തിൽ കലർന്ന് ശരീരത്തിലേക്കെത്തും. തെക്കേ അമേരിക്കയിലെ ചോക്കോ ഗോത്ര ജനത അവരുടെ ഊത്തുളിയിൽ ഉപയോഗിക്കുന്ന കൂർത്ത ചെറിയ അമ്പുകളിൽ ഈ തവളയുടെ വിഷം തേച്ച് പിടിപ്പിക്കാറുണ്ട്. ഈ ചെറിയ അമ്പുകളെ ഡാർട്ട് എന്നാണ് വിളിക്കുക. അങ്ങനെയാണ് പോയിസൺ ഡാർട്ട് ഫ്രോഗുകൾ എന്ന പേര് ഇവയ്ക്ക് കിട്ടിയത്. വിഷമുള്ളത് കൊണ്ട് തന്നെ ഈ തവളകളെ അങ്ങനെ മറ്റു ജീവികളൊന്നും ഇരയാക്കാറില്ല. പക്ഷേ ഫയർ ബെല്ലീഡ് സ്നേക്ക് എന്നറിയപ്പെടുന്ന ഒരിനം പാമ്പ് ഈ തവളകളെ ഭക്ഷണമാക്കും. ഈ പാമ്പിന് ഇവരുടെ വിഷത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 15 വർഷമാണ് ഈ തവളയുടെ ആയുസ്. കാലാവസ്ഥാ വ്യതിയാനവും ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങളും കാരണം ഇന്നീ തവളകൾ വംശനാശ ഭീഷണി നേരിടുന്നു.